നമസ്കാരം. ഈ സമീപകാലത്ത് കേരളത്തിൽ നടന്ന ഏറ്റവും വലിയൊരു സൈബർ ആക്രമണമാണ് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാറിനെതിരെ നടന്നത്. സിന്ധു സൂര്യകുമാർ തൻ്റെ കവർ സ്റ്റോറി എന്ന പരിപാടിയിൽ കുംഭമേളയെ അവഹേളിക്കുന്ന രീതിയിൽ പരാമർശം നടത്തി. ഇത് ഹിന്ദു മതവികാരത്തെ വ്രണപ്പെടുത്തി. ഹിന്ദു കൂടിയായ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഉടമ മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹത്തിൻ്റെ വികാരവും വ്രണപ്പെട്ടു. അത് അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തു. ആ പങ്കുവച്ചതാകട്ടെ സിന്ധു സൂര്യകുമാറിനോട് ഇക്കാര്യം സൂചിപ്പിച്ചുകൊണ്ടുള്ളതുമായിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് വൻതോതിൽ കേരളത്തിലെ വളരെ വിദ്യാസമ്പന്നരായ വ്യക്തികൾ, റിട്ടയർഡ് പ്രൊഫസർമാർ തുടങ്ങിയിട്ടുള്ള ആൾക്കാരെല്ലാം തന്നെ വളരെ ഒരു ക്രൂരമായ രീതിയിൽ എന്ന് തന്നെ പറയേണ്ടി വരും സിന്ധു സൂര്യകുമാറിനെതിരെ ആക്രമണമുണ്ടായി. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമ ലോകത്തുള്ള, അതായത് മറ്റ് ചില ചാനലുകളും സിന്ധു സൂര്യകുമാറിൻ്റെ ഈ പരാമർശത്തെ തെറ്റായിപ്പോയെന്നും മതവികാരത്തെ വ്രണപ്പെടുത്തിയെന്നും ഒക്കെ പറയുകയുണ്ടായി. ഇതുകൊണ്ടൊക്കെ ആകാം നമ്മളുടെ കേരളത്തിലെ സാംസ്കാരിക നായകർ എന്ന് പറയുന്ന വിഭാഗം, ബുദ്ധിജീവികൾ, അതേപോലെ തന്നെ മുഖ്യധാര ചിന്താഗതിയൊക്കെ നിയന്ത്രിക്കുന്ന ആൾക്കാർ, ഇവരെല്ലാം നിശബ്ദരായി. അപ്പോൾ ഇവിടെ ഒരു 3 വിഭാഗങ്ങളിങ്ങനെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഒന്ന്, ഹിന്ദു മതവികാരത്തെ വ്രണപ്പെടുത്തിയ സിന്ധു സൂര്യകുമാറിൻ്റെ പരാമർശം. മറ്റൊന്ന് വ്രണപ്പെട്ട വിഭാഗം. 3 നിശബ്ദമായ വിഭാഗം. ഈ 3 വിഭാഗത്തിൻ്റെ ഇടയിലാണ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഈ ഇന്ന് വർത്തമാനകാല കേരളം നേരിടുന്ന പല പ്രശ്നങ്ങളും മൂടിക്കിടക്കുന്നത്. കാരണം മതം എന്ന് പറയുന്നത് ഏത് മതമായാലും അത് വികാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അതോടൊപ്പം തന്നെ മതം എന്ന് പറയുന്നത് അതിൻ്റെ മതവുമായിട്ട് ബന്ധപ്പെട്ട ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, വിശ്വാസങ്ങൾ, ഇവയൊക്കെ അന്ധവിശ്വാസങ്ങളാണെന്നും അനാചാരങ്ങളാണെന്നും കേരളത്തെ പിന്നോട്ടടിക്കുന്നതാണെന്നും കേരളത്തിൻ്റെ പൊതുബോധത്തിന് യോജിച്ചതല്ല എന്ന് വിചാരിക്കുന്ന ഒരു പുരോഗമന സ്വഭാവമുള്ള മലയാളി, ആ മലയാളിയാണ് പ്രബുദ്ധ മലയാളി എന്ന് പറയുന്നത്. നമ്മൾ എന്തു പറഞ്ഞാലും പ്രബുദ്ധ കേരളം എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണ്. ഈ പ്രബുദ്ധ മലയാളിയുടെ ഒരു പ്രതിനിധിയാണ് സിന്ധു സൂര്യകുമാർ. ഈ പ്രബുദ്ധ മലയാളിയുടെ ഒരു പ്രതിനിധീകരിക്കുന്ന ഒരു വിഭാഗമാണ് ഈ സിന്ധു സൂര്യകുമാറിനെതിരെ ഇത്രയും അധികം സൈബർ ആക്രമണം ഉണ്ടായിട്ടും നിശബ്ദത പാലിച്ചത്. അപ്പോൾ എന്താ ഈ പ്രബുദ്ധ മലയാളിയുടെ പ്രതിനിധിയായ സിന്ധു സൂര്യകുമാറും അതോടൊപ്പം തന്നെ ഇതിനെ എതിർക്കുന്നവരും എല്ലാം ഒരേ തട്ടിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. ആക്രമണവും പ്രത്യാക്രമണവും കേരളത്തിൻ്റെ ഒരു പൊതു ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, സാധാരണ ജനങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെയാണ് ഈ അസ്വസ്ഥതകളും അതേപോലെ തന്നെ നമ്മൾ ദിവസം തോറും നമ്മൾ കേൾക്കുന്ന, നമുക്ക് വളരെയധികം വേദന സൃഷ്ടിക്കുന്ന ഒട്ടനവധി വാർത്തകൾ. അതുപോലെ കുട്ടികൾ മയക്കുമരുന്നിൻ്റെ പിന്നാലെ പോകുന്നു, ഗാർഹിക പീഡനങ്ങൾ കൂടുന്നു, അതേപോലെ തന്നെ പരസ്പരം ബന്ധുക്കൾ കൊല്ലുന്നു, കൂട്ടക്കൊല നടത്തുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാമൂഹിക വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ പൊന്തി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇന്ന് കേരളത്തിന് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നൽകി അഭിമുഖീകരിക്കേണ്ട ഒരു പ്രശ്നമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയുമൊക്കെ ഒരു പ്രബുദ്ധ കേരളത്തിൽ നമുക്ക് ചുറ്റുപാടും നോക്കിക്കഴിഞ്ഞാൽ 10 പേരെങ്കിലും കുംഭമേളയ്ക്ക് പോയിട്ടുണ്ടാകും എന്ന ഒരു പരാമർശം നടത്താൻ സിന്ധു സൂര്യകുമാറിനെ പ്രേരിപ്പിച്ചതും ഈ ഒരു പ്രബുദ്ധ മലയാളി സങ്കല്പമാണ്. യഥാർത്ഥത്തിൽ ഈ പ്രബുദ്ധ മലയാളി സങ്കല്പം എവിടെ നിൽക്കുന്നു? അതേപോലെ മത ആചാരങ്ങളും വിശ്വാസങ്ങളും അനുഷ്ഠിക്കുന്ന ബഹുഭൂരിപക്ഷം സമൂഹം, അവരുടെ മതബോധവും ആചാര അല്ലെങ്കിൽ വിശ്വാസ തലവും എവിടെ നിൽക്കുന്നു? ഇത് രണ്ടിനും ഇടയ്ക്ക് കിടന്നിട്ട് മലയാളി വല്ലാതെ എരിപിരി കൊള്ളുകയും ഈ ആശയക്കുഴപ്പങ്ങളും സംഘടനകളും ഒക്കെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഫലമായിട്ടാണ്, മാത്രവുമല്ല ഈ പുതിയ സാങ്കേതിക വിദ്യയുടെ പശ്ചാത്തലത്തിൽ
ലോക ഗതി തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു. പഴയ നമ്മളുടെ രീതികളും അതേപോലെ തന്നെ സ്വഭാവ രീതികളും അതുപോലെ വിനിമയ രീതികളും സംവേദന രീതികളും എല്ലാം തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ മാറ്റത്തിൻ്റെ ഇടയിൽ സ്വാഭാവികമായിട്ടും എത്ര തന്നെ വളരെ സുസ്ഥിരമായി മുമ്പോട്ട് നീങ്ങുന്ന ഒരു സമൂഹമാണെങ്കിലും ഇത്തരത്തിലൊരു മാറ്റം വരുമ്പോൾ ആ സമൂഹം പോലും ഇടറിപ്പോകാറുണ്ട്. അങ്ങനെയുള്ളപ്പോൾ സ്വാഭാവികമായിട്ട് വർഷങ്ങളായിട്ട് 6-7 ദശകങ്ങളായിട്ട് ഈ നമ്മുടെ കേരളം കടന്നു പോകുന്നത് ഇത്തരത്തിലുള്ള ഈ പ്രബുദ്ധ മലയാളിയും അതോടൊപ്പം തന്നെ ഈ ആചാരാനുഷ്ഠാനങ്ങളിൽ വിശ്വസിക്കുന്ന മലയാളിയും തമ്മിലുള്ള ഒരു ആന്തരിക സംഘടന. ഇത് ഓരോ വ്യക്തിയും ഈ ആന്തരിക സംഘടന അനുഭവിക്കുന്നുണ്ട്. ഓരോ ദിവസം കഴിയും തോറും ഈ ഈ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വിശ്വാസമുള്ളവരൊക്കെ കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം അവർ നേരിടുന്ന പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ള ഒരു ചിന്തയിൽ നിന്ന് ഉള്ള ഒരു ആശയക്കുഴപ്പത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഒരു പക്ഷേ കൂടുതൽ ആചാരത്തിലേക്കും വിശ്വാസത്തിലേക്കും അതേപോലെ തന്നെ ഈ ദുരിതങ്ങൾക്ക് നിവൃത്തി ഉണ്ടാക്കുമെന്ന് പറയുന്ന വ്യക്തികളുടെ അടുത്തേക്കുമൊക്കെ നമ്മളുടെ മലയാളി പോകുന്നത്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ ഇതൊക്കെയാണെങ്കിലും ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം മലയാളി അതിഗംഭീരമായി ആഘോഷിക്കുകയും ഇതിനെല്ലാം വളരെയധികം പ്രാധാന്യത്തോടെ കവറേജ് ഈ മാധ്യമങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നു. ഈ മാധ്യമ ലോകം തന്നെ യഥാർത്ഥത്തിൽ ഈ പ്രബുദ്ധ മലയാളി കാഴ്ചപ്പാടിനകത്ത് നിന്നുകൊണ്ടാണ് ലോകത്തെ കാണുന്നതും ഓരോ വിഷയത്തെ കാണുന്നതും. ഇത്തവണത്തെ ആറ്റുകാൽ പൊങ്കാലയുടെ കവറേജ് നോക്കണമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ മാധ്യമങ്ങൾ, ശേഷം ഏഷ്യാനെറ്റിൻ്റെയൊക്കെ റിപ്പോർട്ടർമാർ ഈ ആഘോഷത്തിൽ പങ്കുചേർന്നുകൊണ്ടായിരുന്നു അത് റിപ്പോർട്ട് ചെയ്തത്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇത്തരത്തിലുള്ള ആചാരങ്ങളും വിശ്വാസങ്ങളുമൊക്കെ പ്രബുദ്ധ മലയാളിക്ക് യോജിച്ചതല്ല എങ്കിൽ എന്തുകൊണ്ട് നമ്മളിങ്ങനെ വലിയൊരു ആഘോഷത്തിലേക്ക് റിപ്പോർട്ടിങ്ങിലേക്ക് പോകുന്നു? റിപ്പോർട്ട് ചെയ്യുന്നവർ അറിയാതെ ഒരു ആഘോഷത്തിൻ്റെ അവസ്ഥയിലേക്ക് മാറുന്നു. ഇതെല്ലാം നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കേണ്ട ഒട്ടേറെ വിഷയങ്ങളുണ്ട്. ഇവിടെയാണ് ഈ ആറ്റുകാൽ പൊങ്കാലയിലേക്ക് നോക്കേണ്ടത്, അതേപോലെ തന്നെ കുംഭമേളയിലേക്ക് നോക്കേണ്ടത്. കുംഭമേള കഴിഞ്ഞതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ കുംഭമേള കേരളത്തിൽ ചർച്ചാ വിഷയമാകുന്നത്. കുംഭമേള കഴിഞ്ഞു, ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞു. അപ്പോൾ ഈ കുംഭമേളയും ആറ്റുകാൽ പൊങ്കാലയുമൊക്കെ എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു? എന്താണ് കുംഭമേള? ഇതൊക്കെ ഏറ്റവും കൂടുതൽ യഥാർത്ഥത്തിൽ അറിഞ്ഞിരിക്കേണ്ടതും അതിൻ്റെ സൗന്ദര്യം തിരിച്ചറിയേണ്ടതും അതൊരു മനന പ്രക്രിയയ്ക്ക് വിധേയമാക്കേണ്ടതും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആ ഉത്തരവാദിത്വമുള്ളത് അല്ലെങ്കിൽ അതിന് ബാധ്യസ്ഥപ്പെട്ടത് മലയാളിയാണ് എന്നുള്ളതുകൊണ്ടാണ്. എന്താണ് ഈ കുംഭമേള? എന്താണ് ഈ ആറ്റുകാൽ പൊങ്കാല? ഇതെന്താണ് മലയാളിയോട് സംവദിക്കുന്നത് അല്ലെങ്കിൽ സംസാരിക്കുന്നത്? ഇതൊക്കെ തിരിച്ചറിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ സംഘർഷത്തിൻ്റെയും സംഘടനത്തിൻ്റെയും ഒക്കെ ഈ അന്തരീക്ഷത്തിന് മാറ്റം വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രവുമല്ല, ഈ പ്രബുദ്ധ മലയാളി അബദ്ധധാരണ മാറിക്കിട്ടുകയും ചെയ്യും. ഈ പ്രബുദ്ധ മലയാളി ധാരണയുടെ ആ തോട്ടിനുള്ളിൽ നിന്നും മലയാളിക്ക് മോചനം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള അശുഭകരമായ വാർത്തകൾ നമുക്ക് അടിക്കടി കേൾക്കേണ്ടി വരും. കാരണം നമ്മളുടെ ഇവിടുത്തെ ഈ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സംസ്കാരത്തെയും മനസ്സിലാക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് ഈ പ്രബുദ്ധ മലയാളി മറയാണ്. ആദ്യം ആറ്റുകാൽ പൊങ്കാലയിലേക്ക് നോക്കാം. ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിൽ എല്ലാ വർഷവും നടക്കുന്ന കുംഭമേളയാണ്. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ 3 വർഷം കൂടുമ്പോഴാണ് കുംഭമേള നടക്കുന്നത്. ഇത് ആറ്റുകാൽ പൊങ്കാലയിലേക്ക് വളരെ ലളിതമായിട്ടൊന്ന് നോക്കിയാൽ മതി. കുംഭമേളയാണെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. കാരണം കുംഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടം, കലം എന്നൊക്കെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ലക്ഷക്കണക്കിന് കുംഭങ്ങളുടെ മേള. അപ്പോൾ ഈ കുംഭമേളയുടെ അർത്ഥം മനസ്സിലാക്കുകയാണെങ്കിൽ, അതിൻ്റെ സൗന്ദര്യം മനസ്സിലാക്കുകയാണെങ്കിൽ, യഥാർത്ഥത്തിൽ ഇപ്പോൾ പ്രയാഗ്രാജിൽ കഴിഞ്ഞ മഹാകുംഭമേളയും അതേപോലെ മറ്റ് സ്ഥലങ്ങളിൽ നടക്കുന്ന കുംഭമേളയും ഒക്കെ അതിൻ്റെയൊക്കെ സൗന്ദര്യവും അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രവും നമുക്ക്
മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിരിക്കും. ആ ഒരു വഴിയിലേക്ക് നീങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളുടെ ഈ ഒരു സംഘർഷത്തിൻ്റെ വഴിയിൽ നിന്ന് സൗന്ദര്യത്തിലൂടെ ശാസ്ത്രത്തിലേക്കും എത്താൻ കഴിയും. ആ ഒരു അന്വേഷണത്തിൻ്റെ ഒരു തുടക്കമാണ് ഇത്.